ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ. അതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാൽ. കൂടുതലും സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. ഇത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവാനൊക്കെ. ഓക്കെ, അപ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസിക സമ്മർദ്ദം കൂടി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ചിലർക്ക് അത് പുറത്ത് പറയാൻ തന്നെ ഒരു നാണക്കേട് തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥ. അതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് പ്രധാനമായിട്ടും ഒരു 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അർജ് ഇൻകോണ്ടിനൻസ്, മിക്സഡ് ഇൻകോണ്ടിനൻസ് and overflow incontinence. Last one is neurogenic incontinence. Okay.